ഹേ എവരിബഡി, ദിസ് ഈസ് OFT അഥവാ ഔട്ട്ലോ സ്റ്റുഡിയോസ്. സോ ഇന്ന് സെപ്റ്റംബർ 5 തളപതിയുടെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ദി ഗോട്ട് എന്ന് പറഞ്ഞ പടം റിലീസായ ദിവസമാണ്. അപ്പോൾ പടം പോയി കണ്ടിട്ട് എൻ്റെ ആദ്യത്തെ റിവ്യൂ ആണ് കേട്ടോ ഈ ചാനലിലെ റിവ്യൂ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ്. ആദ്യത്തെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് മിനിച്ചേക്കണേ. അപ്പോൾ ഞാൻ എന്നറിയാവുന്നവർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ നല്ലൊരു വിജയ് ഫാനാണ്. ഇപ്പോൾ വർഷത്തിൽ ഒരിക്കലൊക്കെ കിട്ടുന്ന വിജയ് പടം പോയി അടിച്ചു പൊളിച്ച് കാണുക, ആഘോഷിക്കുക എന്നുള്ള ഒരു മൈൻഡാണ് എൻ്റെത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മാസം മുൻപ് UK ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ച് ഇന്ന് ലീവ് എടുത്ത് പോയി കണ്ട പടമാണ്. ഞാൻ ഇതിനു മുൻപ് അധികം ഫേസ്ബുക്കിൽ റിവ്യൂസ് ഒന്നും കാര്യമായിട്ട് നോക്കിയിട്ടൊന്നുണ്ടായിരുന്നു. എന്നാലും അറിയാലോ, നമുക്ക് എയറിലുണ്ടല്ലോ ഇത്. അപ്പോൾ ഏറെക്കുറെ മനസ്സിലായിരുന്നു പടത്തിന്റെ ഫ്ലോ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ. പടത്തിന്റെ കഥ ഇതൊന്നുമല്ല, പടം എന്താണ് അവസ്ഥ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായി. സ്റ്റിൽ എനിക്ക് ഒരു ഹൈപ്പും ഇല്ലാതെ പോയ ഒരു വിജയ് പടമാണ്. കാരണം സാധാരണ വിജയ് പടത്തിന് ഹൈപ്പ് കയറല് ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ അണ്ണന്റെ ബർത്ത്ഡേക്ക് വരുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ സോങ്സ്, ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ഒക്കെയാണ്. ഇതിലൊന്നിലും എനിക്ക് ഈ പടത്തിന് ഹൈപ്പ് കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തീരെ ഹൈപ്പ് ഇല്ലാതെ പോയി കണ്ടിട്ടും എനിക്ക് ഒന്നും ആയില്ല. അപ്പൊ ബേസിക്കലി ഒരു വിജയ് ഫാൻ ആയിട്ടില്ല, എനിക്കൊന്നും ആയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. എനിക്കറിയില്ല വിജയ് ഫാൻസ് ഒക്കെ എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കുമെന്ന് അറിയില്ല. കാരണം എന്നടാ പണി വെച്ചിരിക്കുന്ന അത്ഭുതത്തോടെ ചോദിക്കേണ്ട VPയുടെ അടുത്ത്, എന്തിനാടാ പണി വെച്ചിരിക്കുന്നത് എന്നുള്ള അവസ്ഥയിലാണ് VP ഇതിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഡയറക്ടറെ മാത്രം ബ്ലെയിം ചെയ്യുന്നതൊന്നുമല്ല. വിജയുടെ ക്യാരക്ടേഴ്സ് കുഴപ്പമില്ല, അത്യാവശ്യം മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ്. പക്ഷെ ലിയോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതായാലും ക്യാരക്ടർ വൈസ് ആയാലും വലിയൊരു ഡ്രോപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ DH ചെയ്ത വിജയ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. കാരണം ആ സോങ്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ട്രോളുകൾ നമ്മളൊക്കെ കണ്ടതാണ്. അതിൽ നിന്ന് അവർ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയ വർക്ക്. പക്ഷെ സ്റ്റിൽ അത്ര പെർഫെക്ഷൻ ഒന്നുമല്ല. ഒരുപാട് സ്ഥലത്ത് നമുക്ക് സാധാരണ പ്രേക്ഷകർക്ക് അത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഒരുപാട് സ്ഥലത്ത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ, അത് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു അവർക്ക്. പക്ഷെ എന്തൊക്കെയോ കാണിച്ചു വെച്ച് ഉള്ളതിനെയും കൊണ്ട് അവർ കൊണ്ട് കളഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ കളഞ്ഞു. എന്തിനാന്ന് മനസ്സിലായില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവൻ ശങ്കർ രാജ. ഇതാണ് യുവൻ ശങ്കർ രാജ ചെയ്തു വെച്ചേക്കുന്നത്. എന്താ പറയാ, അനിരുദ്ധൊക്കെ ചെയ്തു വെച്ചേക്കുന്ന ഒരു മാസ് എലവേറ്റഡ് BGMs ഒക്കെ ഉണ്ടല്ലോ, വിജയുടെ പടത്തിൽ അത് വേണം. അറ്റ്ലീസ്റ്റ് മ്യൂസിക് അല്ലെങ്കിൽ ഫൈറ്റെങ്കിലും അടിപൊളിയാവേണ്ട വിജയുടെ പടത്തിൽ. ഇത് രണ്ടും കൂടെ പോക്കാണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ അട്ടർ പരാജയം, വേറെ ഒന്നും പറയാനില്ല അതില്. സോങ്സ് പോയി, BGM എങ്കിലും ഒന്ന് കയറിയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു സുഖമെങ്കിലും കിട്ടിയാണ്. വൻ ശോകം എന്ന് പറഞ്ഞാൽ വൻ ശോകം. ആകെ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ വിജയുടെ ഇൻട്രോ കാണിക്കുന്ന ടൈറ്റിൽ കാർഡ്. ഇപ്പൊ ലിയോയിലെ ടൈറ്റിൽ കാർഡ് കണ്ട് നമ്മളൊക്കെ ഗൂസ് ബംസ് അടിച്ചാണ്. ഇതിലെ ടൈറ്റിൽ കാർഡ് അവർ ട്രെയിലറിൽ കൊണ്ട് വെക്കുകയും ചെയ്തു. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അറ്റ്ലീസ്റ്റ് അത് കണ്ടെങ്കിലെങ്കിലും ഫസ്റ്റ് ഹാഫിൽ ഒരു ഗൂസ് ബം മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അത് നല്ല വർക്ക് തന്നെയാണ്, അതിലൊന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു, അത് കൊള്ളാം. പക്ഷേ എന്താണ്, അതിന് വരെ യൂസ് ചെയ്തിരിക്കുന്നത് മാസ്റ്ററിലെ തളപതിയുടെ BGM ആണ്. അത് ലിയോലോ അത് തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷെ അത് ഉപയോഗിച്ചതിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതൊന്നും ഇവിടെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. വളരെ മോശമാണ്. യുവൻ എന്താ പറയാ, ഓനെ കൊണ്ടൊന്നും പറ്റൂല സാറേ എന്നുള്ള ഡയലോഗ് എന്നെ ഇവിടെ പറയണം. ഇവനെ കൊണ്ടൊന്നും പറ്റുന്ന പരിപാടിയല്ല അത്. ഇത്രയും മാസപടത്തിന് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഈ പടത്തിൽ വൻ പരാജയമായിരുന്നു. ഒന്നും പറയാനില്ല. പിന്നെ ആക്ഷൻ സീക്വൻസസ് വളരെ മോശമായിരുന്നു. സിനിമാറ്റോഗ്രഫി വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറച്ച് ക്യാമിയോസ് ഉള്ളതാണ് എടുത്തു പറയാൻ പറ്റിയ കാര്യം. സർപ്രൈസ് ക്യാമിയോസ് ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഒന്ന് കൈയടിച്ച് വരവേൽക്കാവുന്ന തമിഴന്മാരുടെ കൂടിയൊക്കെയാണ് ഞാൻ പടം പോയി കണ്ടത്. തമിഴ് ഫ്രണ്ട്സിന്റെ ഒക്കെ, തമിഴന്മാരെന്നല്ല. അപ്പോൾ അവർക്കൊക്കെ കൈയടിക്കാൻ പറ്റിയ കുറച്ച് ക്യാമിയോസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ സ്ഥിരം വിജയുടെ ക്ലീശ സംഭവങ്ങൾ, ഈ സാധനമൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, എനിക്ക് തന്നെ എൻ്റെ ബാക്കിയുള്ള വിജയ് ഫാൻസിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തന്നെ തോന്നിപ്പോ എന്തിനാണ് ഇതിനി വീണ്ടും ചെയ്യുന്നത് എന്നുള്ളത് തോന്നിപ്പോ. എത്രാമത്തെ പടത്തിലാണ് ഇത് ചെയ്യുന്നത്? റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഇതെന്നെ കൊണ്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്. പിന്നെ ഒരുപാട് വിജയ റെഫറൻസുകൾ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്, അനാവശ്യമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൈയടിക്കാൻ തോന്നുന്നില്ല, അതാണ് പ്രശ്നം. വെറുപ്പിക്കുന്ന രീതിയിലാണ് പല റെഫറൻസസും കൊണ്ടുവച്ചിരിക്കുന്നത്. അറിയാം വിജയുടെ അവസാന പടങ്ങളായതുകൊണ്ട് തന്നെ റെഫറൻസുകളുടെ പെരുമഴയായിരിക്കും. ഈ അടുത്ത് വരുന്ന പടത്തിൽ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ എന്തിനാണ് മനസ്സിലാവുന്നില്ല. പുതിയത് എന്തെങ്കിലും ചെയ്തിട്ട് അത് ഹിറ്റാക്കാം. കാരണം അത്രയും ഫാൻസ് ഉള്ള ഒരു നടനാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടനെ കിട്ടിയിട്ടും VP ഇങ്ങനെ ഒരു പണ്ണല് പണി എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പോ ബേസിക്കലി വിജയ് ഫാനായിട്ടുള്ള എനിക്ക് തീരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പടമല്ലായിരുന്നു. ബിലോ ആവറേജ് എന്ന് തന്നെ പറയണം. എനിക്കറിയില്ല ഇതിന്റെ കളക്ഷൻ ഒക്കെ എവിടെ പോയി നിൽക്കുന്നൊക്കെ. വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, ഫസ്റ്റ് സൺഡേ ഒക്കെ കഴിഞ്ഞ് ഇനി ഇത് തീരുന്നാണ് തോന്നുന്നത്. ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങാനുള്ള സംഭവം ഉണ്ട് പടത്തിൽ.
അപ്പോൾ ഇനി OTT ഒക്കെ ഇറങ്ങുമ്പോൾ അതൊക്കെ ഏറ്റുവാങ്ങാം. അപ്പൊ അതാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇംപ്രസീവ് ആയിട്ടൊന്നുമില്ല. വിജയുടെ പെർഫോമൻസ് കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ ലിയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഡൗൺ ഗ്രേഡ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പെർഫോമൻസിലായി കഴിഞ്ഞാലും. പിന്നെ ഇതിലുള്ള വേറെ കുറെ മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. പണ്ടത്തെ കുറെ പേര് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പലരും വളരെ ബോറായിരുന്നു. പ്രഭുദേവ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, അവർക്ക് ഭാവങ്ങളൊന്നും വരുന്നില്ല, ഡയലോഗ്സ് മാത്രം വരുന്നു. അത് ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. കുറെ കാര്യങ്ങൾ വെറുതെ അവ്വീല് പരിവാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാന്നറിയത്തില്ല. അപ്പോൾ അതാണ് വിജയ് ഫാനായ എൻ്റെ ദി ഗോട്ടിനെ പറ്റിയിട്ടുള്ള ജെന്യുവിൻ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ റിവ്യൂ ആണ്. ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ വിജയ് പടത്തിനെ കുറ്റം പറയരുതെന്നൊന്നുമില്ലല്ലോ. സോ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. തീർച്ചയായിട്ടും ഇത്ര നേരം വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു. ഇനി ഇതുപോലുള്ള റിലീസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതുപോലുള്ള റിവ്യൂ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ദി ഗോഡ്.